നൂറെ ഹബീബ് നമ്മളെ അർത്ഥം നമ്മളെ തിരുറസൂലിന്റെ പ്രകാശം ഹബീബ്. നല്ല പേര്, നല്ലൊരു സുന്ദരനായ സുമുഖനായൊരു മനുഷ്യന്. ആ കൊറോണ ടൈമിലാണ് ഇങ്ങോട്ട് ക്ലച്ച് പിടിച്ചത്. കൊറോണ ടൈമും കൊറോണന്റെ ഒപ്പം ആ ടൈമിൽ അതുവരെ ധരിക്കാത്തൊരു കറുത്ത തൊപ്പി, അത് രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ അത് ഡേറ്റ് പിടിച്ചു. അത് കുറച്ച് തരുണിമണികളുണ്ട്, സെറ്റായി. അത് എന്തൊക്കെയാ ഭയങ്കര ഹൈലൈറ്റായി. കുറച്ചൊക്കെ പുണ്യ റസൂല് എന്താ നമ്മുടെ കരളിന്റെ കഷ്ണം. ലയോമിനു അഹദുക്കും താക്കുന അബലയും വലുതി അന്നാശജുമയിൽ. ലോകരെല്ലാരെക്കാട്ടിലും തിരുറസൂലിനെ സ്നേഹിച്ചില്ലേ മോമിനാവില്ല. ആ തിരുറസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. പക്ഷെ അതില് വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ അറിയും വേണം. വഞ്ചിക്കപ്പെടുന്ന എത്രയോ ആളുകള്, സമസ്തയായാലും പണ്ഡിതന്മാരായാലും ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുത്തു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജമലില് തങ്ങളാണോ അല്ലെന്നുള്ളതല്ല ഇപ്പം നമ്മളെ വിഷയം. ഈ ആത്മീയ ചൂഷണം, തട്ടിപ്പ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ശരിയല്ല, അങ്ങനെയൊക്കെ പല പണ്ഡിതന്മാരും സ്റ്റേജിൽ നിന്ന് സമസ്ത അതൊക്കെ പറഞ്ഞു. അങ്ങനെ ജമലില് തർക്കമൊക്കെ വന്നപ്പോ കാശ് കൊടുത്ത ആൾക്കാർ എന്താ മാറ്റി പറയാത്തത്, എന്താ പറയാൻ സന്നദ്ധരല്ലാത്തത്? നാട്ടു പ്രമാണിമാരെ വല്ല നാട്ടുകാർ ചിലരെ കൊണ്ടൊക്കെ ചില സ്റ്റേജിൽ നിന്ന് ഇത് ഞങ്ങളെ നാട്ടിലത്തെ തങ്ങളെന്നെയാണെന്ന് പറയിച്ച് നെറ്റിയില്ലാതെ എഴുതി വെച്ചു. ആ ടൈമിലാണ് ആ കറുത്ത തൊപ്പിയും ആ ഒരു കൊറോണയിൽ ആൾക്കാർ വീട്ടിലിരിക്കുന്ന സോഷ്യൽ മീഡിയ നോക്കലും അതിലങ്ങോട്ട് വേരടിച്ചു. വളമി മിച്ചറും പാറ്റംബോസ് 20 കിട്ടി അങ്ങോട്ട് വളർന്നു. എന്തോ പുണ്യദീന് ഇത് കളിക്കുള്ള ആരോട് സങ്കടം പറയാൻ, ഒരു ദീനിന്റെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ അതിന് ചിന്തിക്കണേ. അല്ല, അവസാനത്തിലും വലുത് നമ്മൾ കാണേണ്ടി വരും. പലതര തട്ടിപ്പും വെട്ടിപ്പും. കാട്ടിൽ വെട്ടിപ്പെടുത്തിയത് വീരപ്പനാണ്. ഈ നാട്ടിലെ ഏറ്റവും ഇപ്പൊ ഈ 2025-26 ഏറ്റവും വലിയ വെട്ടിപ്പും ഈ ആത്മീയ ആളാണ്. പിടിക്കപ്പെടും ഒരു കാലത്ത്. അന്ന് ഈ മുഖം മറച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളും പ്രവാസികളായ പെണ്ണുങ്ങളും ഒക്കെ അന്ന് തലെടുത്ത് പഠിച്ചോനെ ഞങ്ങൾ ഓരോ പോക്കിന് 1000-10000 കൊടുത്തിരുന്നല്ലോ, അങ്ങോട്ട് കൊടുത്തിരുന്നല്ലോ, ഞങ്ങൾ ഇഫ്ദ് കോളേജ് കണ്ടിട്ടേന്നു, ഖുർആൻ കോളേജ് കണ്ടിട്ടേന്നു. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഈ വോയിസ് നിർത്തുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഈ സ്നേഹ സുഹൃത്തായ ഞാൻ വിളിക്കലുണ്ട്, ഈ മാറ്റക്കോയ സുഹൃത്ത് പലതിലും പറയുന്നുണ്ട് എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ കഴിയിട്ടില്ല. ഇത് ഒന്ന് ചിന്തിക്കും കേട്ടോ. ഇത് പറയുന്നത് പഴയ ഓത്തുപള്ളിയിൽ ആ കാലത്ത് അന്നല്ല, ഒരു 50-60 വയസ്സായിരുന്നു ഈ തലമുറയിലുള്ള ആളെ പറയണേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ തങ്ങൾ കുടുംബം ചിന്തിച്ചൂടെ? പുണ്യ ഇൽമ പഠിക്കണ്ട, അറബി വായിക്കാനും ഖുർആൻ ഓതാനും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എന്റെ സാഹചര്യം അതായിരുന്നു, ബോംബെ തെരുവിലൂടെയുള്ള ജീവിതമായിരുന്നു എന്ന് ആ മനുഷ്യൻ തന്നെ പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ഇങ്ങനെ ഒരു പച്ച ടർക്കിയോ കയ്യില് തസ്ബീലെ പല കളർ മാലകളും ചുറ്റി ഇപ്പുറത്ത് റാട കുലുക്കി തലയിൽ തൊപ്പി വെച്ചാല് നല്ല ഉഷാവുതുപ്പിന്റെ ശൈലിയിൽ രാഗത്തിൽ മലയാളത്തിൽ പറഞ്ഞ് വശീകരിക്കാൻ കഴിഞ്ഞാൽ അതാണോ ആത്മീയത? അതാണോ നൂറെ ഹബീബ്? പൊണ്ണ് സുഹൃത്തുക്കളെ, പലരും എന്നെ വിളിക്കുന്നുണ്ട്, ഇജെന്താ തങ്ങൾ വിരോധിയാണ്, തങ്ങൾ ഹുബ്ബുർ റസൂൽ. ഞാൻ എന്റെ വണ്ടിക്കോടെ എന്റെ സാധനത്തിന്റെ പേര് ഹുബ്ബുർ റസൂൽ. എങ്ങനെ നമ്മൾ ഹുബ്ബുർ റസൂൽ, ഹുബ്ബ് അഹ്ലു ബൈത്ത് റസൂൽ. തങ്ങൾ വിരോധിയല്ല. തങ്ങളെ ദീനിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കണ്ട് കോപ്രായം കോമാളിത്തരും ഈ കൊരങ്ങൻ കളി കളിക്കേണ്ടത് നിർത്തി മക്കളെ. അപ്പോ ഞാന് നൂറെ ഹബീബിന്റെ പുറകെ തന്നെയാണ്. ഞാൻ ഒറ്റയാൾ പോരാട്ടം. നൂറെ ഹബീബിനെ അറസ്റ്റ് ചെയ്യുക, ഇൻകം ടാക്സ് വരും, വല്ല വേഗം വരും. കാരണം സോയിസ് കണ്ടമാനാണ്, കരുതിയിലധികമാണ്. കാരണം ഒരാള് 100 കൊണ്ട് കൊടുക്കണല്ല, 1000 കൊണ്ട്, 1000-കണക്കിന് 10000-കണക്കിന് ഒരു വകുപ്പ് വീട് വകുപ്പിലായിട്ട്, ഒരു വകുപ്പ് സ്റ്റേജ് വകുപ്പിൽ, ഒരു വകുപ്പ് ഓൺലൈന്, 4 ഭാഗത്തുനിന്നും വണ്ടികളെ സ്വലാത്തേക്ക് വരുന്നത്, ഒരു വകുപ്പ് തേൻ വകുപ്പില്. അതിന് പുറമെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വലിയ ശൃംഖലയായിട്ട് കിണർ നിറയെ ക്യാഷ് കുമിഞ്ഞു കൂടുന്ന ഒരു തരത്തിലേക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ നൂറെ ഹബീബ് എന്ന ശൃംഖല എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഒന്നുകിൽ നൂറെ ഹബീബിനെ ചോദിച്ച് അറസ്റ്റ് ചെയ്യുന്ന വരെ, അല്ലെങ്കിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം. ഞാൻ ഈ നൂറെ ഹബീബിന്റെ പുറത്തുള്ള എല്ലാ ചൂഷണങ്ങളും എല്ലാ കുറ്റങ്ങളും ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ട് കാണിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. എന്ത് സപ്പോർട്ട്?
എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല, നമ്മളെ ഹുബ്ബുർ റസൂലുള്ള പുണ്യ നബിയുടെ അഹ്ലുബൈത്തിന് ഈ പിന്നെ കോമാളി ചിരി കളിച്ചു കൊണ്ട് കളിപ്പിക്കാൻ പൊന്നു സുഹൃത്തുക്കളെ കൂട്ട് നിക്കല്ലേ, ഒന്ന് എന്റെ കൂടെ നിക്കി. ഗുഡ് ബൈ, അനീഫ കട്ടുപാറ.